എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ റെഡിയായി പോകുന്നത് എനിക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു ലാബിൽ പോയിട്ട് നമ്മൾ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരികയാണ്. ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ഒരു 1 hourൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം നോർമലാണെന്ന് പറഞ്ഞു. എനിക്കതൊരു അത്ഭുതമായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയായിരുന്നു പോയി ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം വന്നപ്പോൾ തന്നെ ഞാൻ കഴിച്ച് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്കൊരു കൊറിയർ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്തു. ആൽപ്സ് ഗുഡ്നസിൻ്റെ ഒരു ബീട്രൂട്ട് പൗഡർ ആയിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പം ഹെയറിലാണെങ്കിലും സ്കിൻ കെയറിലൊക്കെ ഞാൻ ഇത് ഇൻക്ലൂഡ് ആക്കാറുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ലിപ്സ്റ്റിക് ഇടുകയാണ്. ഇത് മേബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഒരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡ് വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം പിങ്ക് അല്ലേ യൂസ് ചെയ്യുക, പക്ഷേ ഈ ഒരു ഷെയ്ഡ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഞാൻ ഏതാ ഷെയ്ഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാം ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ ഞാൻ പെർഫ്യൂം അടിച്ചു. ഞാൻ അങ്ങനെ പെർഫ്യൂം പേഴ്സണേ ആയിരുന്നില്ല, പക്ഷേ ഈ അടുത്തായിട്ട് എനിക്ക് പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നത് ഒരു ഒബ്സഷനായിട്ട് മാറിയിട്ടുണ്ട്. ഏതൊരു ഔട്ട്ഫിറ്റ് ആണെങ്കിലും എനിക്ക് പൊട്ട് നിർബന്ധമാണ് കേട്ടോ. എന്നാലും ചില ഔട്ട്ഫിറ്റിൻ്റെ കൂടെ പൊട്ടും അങ്ങ് ചേർന്ന് പോയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പൊട്ടങ്ങ് മാറ്റിയിട്ട് ഐലൈനർ വെച്ചിട്ട് ചെറിയൊരു ഡോട്ട്, ആരും കാണാത്ത ചെറിയൊരു ഡോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് എനിക്ക് പൊട്ടിടുമ്പോഴാണ് എന്നെ കാണാനൊരു ഭംഗിയൊക്കെ തോന്നുക. ഞാനല്ലെങ്കിലും ഒരുപാട് സമയം എടുക്കാറൊന്നുമില്ല കേട്ടോ റെഡി ആവാൻ. എനിക്കങ്ങനെയാണെന്ന് തോന്നല്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് താഴേക്ക് പോവാണ്. അപ്പം നമ്മൾ റിലേറ്റീവിൻ്റെ വീട്ടിലല്ലേ പോകുന്നത്. എനിക്കിവിടെ പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. കാരണം പുഴയുടെ സൈഡിലായിട്ടാണ് വീട് വരുന്നത്. വീട്ടിലാണെങ്കിൽ ഒരുപാട് പശുവുണ്ട്, പക്ഷികളുണ്ട്, നായ്ക്കുട്ടികളുണ്ട്. അപ്പം മൊത്തത്തിൽ നല്ല വൈബാണ് ഇവിടെ. എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് ഈ പുഴയുടെ അടുത്തൊക്കെ വീടുണ്ടാകുന്നതൊക്കെ. നല്ല വൈബല്ലേ. എനിക്ക് വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ പോയി നിൽക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ പുഴയുടെ സൈഡിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് മാമൻ പറയുന്നത്, എൻ്റെ മാമനല്ല കേട്ടോ, അച്ഛൻ്റെ മാമൻ്റെ പ്രോപ്പർട്ടിയാണിത്. ഇതൊരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ അവർക്ക് ഇവിടെ ഒരു ഹോം സ്റ്റേ കൂടെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, നെക്സ്റ്റ് ടൈം എന്തായാലും ഇവിടെ വന്ന് സ്റ്റേ ആക്കണം എന്നുള്ളത്. കോഴിക്കോട് ജില്ലയിലെ മൂരാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കോഴിക്കോടാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കോഴിക്കോടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് താമസിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം കേട്ടോ. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം തന്നെയാണ്. ചെറിയൊരു ഗെറ്റ് ടുഗെദർ ഒക്കെ പ്ലാൻ ചെയ്യാനൊക്കെ. വീടിൻ്റെ മുന്നിൽ തന്നെ പുഴയാണ് വരുന്നത്. അപ്പം പുഴയിൽ നിന്ന് മീനൊക്കെ പിടിച്ച് അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ അവർ ഒരുക്കി തരുന്നതാണ്. അപ്പം ഞാനും ഇങ്ങനെ വിചാരിക്കായിരുന്നു, അയ്യോ എനിക്കിവിടെ വന്ന് നിൽക്കണം, ഇന്നെന്തായാലും എനിക്ക് സമയമില്ല. പിന്നെ വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് എന്തായാലും ഇവിടെ നിൽക്കുന്നുണ്ടാവില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ബാക്കിൽ തന്നെയാണ് കേട്ടോ വീട് വരുന്നത്. അപ്പോഴേക്കും മാമി നല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗ്രേപ്പ് ജ്യൂസ്. ഇതെന്താന്ന് മനസ്സിലായോ? ഞങ്ങൾ ഉണ്ടാന്നാണ് ഇതിന് പറയുക. ഗിരിജാമ്മയാണെങ്കിൽ ഉണ്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ കുറേ നേരം സംസാരിച്ചിരുന്നു. എൻ്റെ കസിൻ ഉണ്ടായിരുന്നു അശ്വതി. അപ്പം അവളെ കുറേ കാലത്തിന് ശേഷമായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. അപ്പം നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ഒരു കുട്ടിച്ചാത്തൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അവിടെ എന്തോ ഒരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇളനീര് പറിക്കാൻ വന്നതായിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യമേ അറിയുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് മിനിറ്റാണ് അമ്മ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റൊക്കെ ഇടുകയായിരുന്നു. ഇതിപ്പം ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ വന്ന ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്രയും അമ്പലത്തിലൊക്കെ പോയിട്ട് എപ്പോഴും വീഡിയോസൊക്കെ ഇടുന്ന ആളാണ്. പിന്നെ അവിടെ കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. നല്ല സമയത്ത് നമ്മളൊരു 2 മണിക്ക് അങ്ങനെ വന്നിട്ട് 2 മണിക്ക് ശേഷമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. തിരിച്ച് പോകുന്നവർ രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെയാണ് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തിയപ്പോഴേക്കും ശാലിനി വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളോട് സംസാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. അവളോട് വിശേഷങ്ങളൊക്കെ പറയുന്നു. അവളോട് ഞാൻ പറയുന്നു വീഡിയോ എടുക്കാമെന്ന്, നീ ഹായ് പറയുന്നൊക്കെ. അപ്പം അവിടെ നിങ്ങളോട് എല്ലാവരോടും ഹായ് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതാ ഞാൻ അവളോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ടയേർഡാണെങ്കിലും സ്കിൻ കെയർ മുഖ്യം. ഞാൻ മോർണിംഗ് സ്കിൻ കെയർ മിക്കവാറും സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ നൈറ്റിൽ അങ്ങനെയല്ല. എത്രയൊക്കെ ക്ഷീണമാണെങ്കിലും ഫേസൊക്കെ വാഷ് ചെയ്ത് എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മൊത്തത്തിൽ റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ്. പുറത്തൊക്കെ കറങ്ങി നടന്നതുകൊണ്ട് തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തിക്കായിട്ടുള്ളൊരു ഫേസ് വാഷാണ് എടുത്തിരിക്കുന്നത്. ഇത് ഡോക്ടർ ഷെറ്റ്സിൻ്റെ ഞാൻ എന്തായാലും ലിങ്ക്സൊക്കെ കൊടുക്കാം കേട്ടോ എന്ന് തോന്നുന്നു. ഞാനിപ്പം വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും എന്നെ കണ്ടു പേടിച്ചോ നിങ്ങളുടെ ഫേസ് വാഷിൻ്റെത്. പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ മൈൽഡായിട്ടുള്ള ഫേസ് വാഷാണ് യൂസ് ചെയ്യുക. ഇങ്ങനെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഞാനിങ്ങനെ കുറച്ച് തിക്കായിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കുന്ന അങ്ങനത്തെ ഒരു രീതിക്കുള്ള എല്ലാം അങ്ങനെ തന്നെയാണ്. എന്നാലും അങ്ങനത്തേതായിരുന്നു യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ മോയ്സ്ചറൈസർ അപ്ലൈ ആക്കുകയാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിതാ അമ്മ എന്തോ വന്നിട്ട് ചോദിക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതാ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.